നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. COA ജില്ലാ സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. ജില്ലയിലെ മുഴുവൻ COA ഉപഭോക്താക്കൾക്കും സൗജന്യ ഗ്രീൻ കാർഡ് നടപ്പിലാക്കും. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരം. പാർക്കിങ്ങിന് പുതിയ സംവിധാനം. ബീഡി തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണമെന്ന് ആവശ്യം. CITU പ്രക്ഷോഭത്തിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFും UDFും രഹസ്യ ബന്ധമെന്ന് BJP. റിട്ടേണിംഗ് ഓഫീസർ കൂട്ടുനിൽക്കുകയാണെന്നും BJP. ജനറൽ ആശുപത്രിയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഇനിയും തുടങ്ങിയില്ല. കാത്തിരിപ്പ് നീളുന്നു. വാർത്തകൾ വിശദമായി. COA ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് പ്രോജ്വല സമാപനം. ജില്ലയിലെ മുഴുവൻ ഉപഭോക്താക്കൾക്കും സൗജന്യ ഗ്രീൻ കാർഡ് നൽകുമെന്ന് സമ്മേളനം വ്യക്തമാക്കി. ജില്ലയിലെ 1 ലക്ഷത്തോളം കേബിൾ ഉപഭോക്താക്കൾക്ക് ഗ്രീൻ കാർഡിന്റെ പ്രയോജനം ലഭിക്കും. ഗ്രീൻ കാർഡ് വഴി ഉപഭോക്താക്കൾക്ക് മറ്റു പദ്ധതികളെക്കാളും കിഴിവ് ലഭ്യമാക്കാനും നടപടിയായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന COA ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം COA സംസ്ഥാന സെക്രട്ടറി ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തേക്ക് കടന്നു വരുന്ന ഡിജിറ്റലൈസേഷനെ ഒരു 25 വർഷമായി ഈ മേഖല ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടെക്നോളജിയെ പരിപൂർണമായും മാറ്റി എഴുതി മറ്റൊരു ടെക്നോളജിയെ സ്വീകരിക്കുന്നത് ഒരുപക്ഷെ ഈ മേഖലയിൽ ആദ്യമല്ലായിരിക്കാം. കാരണം 25 വർഷത്തിന് മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു വ്യവസായത്തിന് മാറി വന്ന ടെക്നോളജികൾ നിരവധിയാണ്. ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിരവധിയാണ്. ആ ടെക്നോളജികളെയൊക്കെ യഥാസമയം സ്വീകരിച്ച് ഗുണമേന്മ വർദ്ധിപ്പിച്ച് ഈ വ്യവസായം പിടിച്ചു നിർത്തുന്നതിൽ ഇന്ത്യയിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. COA ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷനായി. COA ജില്ലാ സെക്രട്ടറി സതീഷ് K. പാക്കം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA മേഖലാ സെക്രട്ടറി സജി ആന്റണി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. COA ജില്ലാ ട്രഷറർ ലോഹിതാക്ഷൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. CCN വൈസ് ചെയർമാൻ K. പ്രദീപ് കുമാർ ഓഡിറ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CCN മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ CCN റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA സംസ്ഥാന ട്രഷറർ M. രാധാകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCCL ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ് KCCL റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA സംസ്ഥാന സെക്രട്ടറി പുതിയ ബിസിനസ് സാധ്യതകളെക്കുറിച്ചുള്ള രൂപരേഖ സമ്മേളനം മുമ്പാകെ വെച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ, നിഷാദ് മണങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമായി. സർക്കാർ ഉടമസ്ഥതയിലുള്ള 12 ഏക്കർ സ്ഥലത്താണ് ഇനി മുതൽ വാഹനങ്ങൾ നിർത്തിയിടേണ്ടത്. കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പരിഹാരം ഉണ്ടാക്കിയത്. ബുധനാഴ്ച രാവിലെ കലക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത്. ഇനി മുതൽ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ അപകടം കുറയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സർക്കാർ ഉടമസ്ഥതയിലുള്ള 12 ഏക്കർ സ്ഥലം വൃത്തിയാക്കി വാഹനങ്ങൾ ഇവിടെയാണ് ഇനി മുതൽ നിർത്തിയിടുക. ചെക്ക് പോസ്റ്റിനകത്തുണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇവിടെ പാർക്കിംഗ് ഏരിയ കുറച്ച് കൂട്ടിയിട്ട് NHലേക്ക് കയറാനുള്ള വഴിയൊന്ന് ക്ലിയർ ആക്കി വിടുക. ഇതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ശേഷം മാത്രം NHൻ്റെ പരിപാടികളൊക്കെ ഇതിൻ്റെ തുടർന്ന് നടപടി ഉണ്ടാവും. കുമ്പള CI സുരേഷ് ബാബു, CI മുരളീധരൻ, മഞ്ചേശ്വരം SI P. പ്രമോദ്, മോട്ടോർ വെഹിക്കിൾ CI K. രാജീവൻ, ദേശീയപാത അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രകാശ്, ഓവർസിയർ രാഘവേന്ദ്രൻ, ഹൈവേ സംരക്ഷണ സമിതി നേതാവ് ഇഖ്ബാൽ, മുഹമ്മദ് സീതാങ്കടി, മഹ്മൂദ് കൈക്കമ്പ, സമദ് ഹൊസങ്കടി, വാർഡ് മെമ്പർ ഫൈസൽ എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച രാവിലെ മുതൽക്കേ പണി തുടങ്ങി. മഞ്ചേശ്വരം പഞ്ചായത്ത് അധികൃതർ ഈ പണിക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തതെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരടക്കമുള്ള ആളുകൾ ചേർന്നാണ് ഇന്നിവിടെ ഈ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. തീർച്ചയായും ഇത് വലിയൊരു മാതൃകാ സംരംഭം തന്നെയാണ്. മറ്റ് ആളുകൾ ഇത് നിരാകരിച്ചപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ചേർന്നുകൊണ്ട് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൻ്റെ ഈ അപകടാവസ്ഥ കുറക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന് നാട്ടുകാർ ഒന്നടങ്കം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് നേതൃത്വം നൽകിയത് വളരെ ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിലെ ഗതാഗത കുരുക്കിനെ സംബന്ധിച്ച് KCN ചാനൽ വാർത്താ റിപ്പോർട്ട് ചെയ്തിരുന്നു.
ബീഡി തൊഴിലാളികൾക്ക് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ടറേറ്റിന് മുമ്പിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 3 മുതൽക്കാണ് നിരാഹാരം ആരംഭിക്കുക. 65 ലക്ഷത്തിലേറെ തൊഴിലാളികൾ ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ബീഡി മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കേരളമടക്കം മറ്റൊരു സംസ്ഥാനത്തും ബീഡിക്ക് പ്രത്യേക നികുതി ചുമത്തുന്നില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ ബീഡിക്ക് മേൽ 14.5% ഗവൺമെന്റ് നികുതി ചുമത്തിയതിനെതിരെ കളക്ടറേറ്റുകൾക്ക് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് യൂണിയൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇവിടെ പറയുന്നത് ഗവൺമെന്റ് ഈ വ്യവസായ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പരിഗണിക്കാൻ തയ്യാറ്. ഇപ്പോഴെന്താവെന്ന് പറഞ്ഞാൽ ഈ സ്ഥിതി വന്നാൽ ദിനേശ് ബീഡി പൂർണ്ണമായി പൂട്ടും. ഇവിടെയെല്ലാമുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ആർക്ക് ജോലി നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പം 10,000-കണക്കിന് തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതാവുന്ന അവസ്ഥ വരും. അപ്പം ആ അവസ്ഥ ഒഴിവാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇത് വെച്ചുകൊണ്ട് പുതിയതായിട്ട് ചുമത്തിയ നികുതി, ആ നികുതി പിൻവലിക്കണം. ദിനേശ് ബീഡി അടക്കമുള്ള കേരളത്തിലെ ബീഡി വ്യവസായം പൂർണ്ണമായും തകർച്ചയെ നേരിടുകയാണ്. ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിത പ്രശ്നം കാണാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CITU നേതാക്കളായ AK നാരായണൻ, KP സഹദേവൻ, K ബാലകൃഷ്ണൻ, K ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം തമ്മിൽ രഹസ്യ ബാന്ധവമാണെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K ശ്രീകാന്ത്. റിട്ടേണിംഗ് ഓഫീസർമാർ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ UDF-ഉം LDF-ഉം അവിശുദ്ധ കൂട്ടുകെട്ട് ഇപ്പോഴും തുടരുകയാണെന്ന് BJP ആരോപിച്ചു. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മീഞ്ച പഞ്ചായത്തിൽ കണ്ടതെന്നും ഇത് മറ്റു പഞ്ചായത്തുകളിൽ നടപ്പിലാക്കാനാണ് LDF-ഉം UDF-ഉം ശ്രമിക്കുന്നതെന്നും അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF LDF-ന്റെ സഖ്യം തുടരുകയാണ്. ഒപ്പം റിട്ടേണിംഗ് ഓഫീസർ ആ സഖ്യത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള പക്ഷപാതപരമായിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ളത് മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള തീരുമാനവും പ്രഖ്യാപനവുമാണ് മീഞ്ച പഞ്ചായത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്, നടത്തിയിട്ടുള്ളത്. ഇതിന് റിട്ടേണിംഗ് ഓഫീസർമാർ കൂട്ടുനിൽക്കുകയാണെന്നും ശ്രീകാന്ത് ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഷെട്ടിയും സംബന്ധിച്ചു. ജനറൽ ആശുപത്രിയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ആവശ്യമായ ഉദ്യോഗാർത്ഥികളുടെ അഭാവമാണ് പോസ്റ്റ്മോർട്ടം തുടങ്ങാതിരിക്കാൻ കാരണം. ജില്ലാ ജനറൽ ആശുപത്രിയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് അനുമതി ലഭിച്ചുവെങ്കിലും ഇതുവരെയും നടപ്പിൽ വന്നിട്ടില്ല. ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ ഇതുവരെയും നിയമിക്കാനും അധികൃതർക്ക് സാധിച്ചില്ല. ഇതിന് ആവശ്യമുള്ള ഡോക്ടർമാരും സർജന്മാരും രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് ഇല്ലാത്തതാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തസ്തികകൾ നികത്തിയാൽ മാത്രമേ നടപടികളുമായി മുന്നോട്ട് പോകാനാവുകയുള്ളൂ എന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ. ഈ രീതിയിൽ ആരോഗ്യവകുപ്പിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് ഇറങ്ങാത്തത്. രാത്രിയെ പകലാക്കുന്ന വെളിച്ചമുണ്ടായാലേ പോസ്റ്റ്മോർട്ടം ചെയ്യാനാവുകയുള്ളൂവെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നെ നിൽക്കുന്ന MLA-യുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് ജനറൽ ആശുപത്രിയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കുമെന്ന് ആരോഗ്യമന്ത്രി V. ശിവകുമാർ അന്ന് പറഞ്ഞത്. എന്നാൽ ഇത് പാഴ്വാക്കായി മാറുന്നതിൽ നാട്ടുകാർക്ക് ഏറെ അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ ആശുപത്രിക്ക് അനുവദിച്ച രാത്രികാല പോസ്റ്റ്മോർട്ടത്തിനുള്ള സൗകര്യം യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യമുയർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് AP ഉഷയെ അനുമോദിച്ചു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കാസർഗോഡ് യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുമോദനം. വിദ്യാനഗർ ബാലകൃഷ്ണ നഗറിൽ നടന്ന പരിപാടി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG നായർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പ്രകാശ് അമ്മണ്ണായ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ശ്രീജിത്ത്, അഡ്വക്കേറ്റ് PV ജയരാജൻ, അഡ്വക്കേറ്റ് G. ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി പട്ടികവർഗ സംവരണത്തിനായി ആക്ഷൻ കമ്മിറ്റി ഫോർ സോഷ്യൽ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് ധർണാ സമരം സംഘടിപ്പിക്കും. ഡിസംബർ 5-നാണ് അവഗണനയ്ക്കെതിരെയുള്ള ധർണാ സമരം. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
എയ്ഡഡ് മേഖലയിലെ SC/ST വിഭാഗങ്ങളോടുള്ള അവഗണനയ്ക്കെതിരെ SC/ST ആക്ഷൻ കമ്മിറ്റി ഫോർ സോഷ്യൽ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 5 ശനിയാഴ്ച രാവിലെ ജില്ലാ കളക്ടറേറ്റിനു മുൻപിൽ ധർണാ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ 18,000-ഓളം പോസ്റ്റുള്ള എയ്ഡഡ് മേഖല ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ്. കർണാടകയിലുള്ളതുപോലെ കേരളത്തിലും സംവരണം നടപ്പിലാക്കാൻ നിയമം കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലാണ് ആക്ഷൻ കമ്മിറ്റി. സമരം മുൻ ജില്ലാ കളക്ടർ J. സുധാകരൻ IAS ഉദ്ഘാടനം ചെയ്യും. നിരവധി നേതാക്കൾ പങ്കെടുക്കും. വിദ്യാഭ്യാസ മേഖലയിൽ 100ഓളം സ്പെഷ്യൽ സ്കൂൾ എയ്ഡഡ് സ്കൂളുകളായി പ്രഖ്യാപിക്കുകയും സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കപ്പെടുന്നു. ഈ ഡിസ്ക്രിമിനിറ്റി ഇല്ലാതാക്കാനുള്ള ഒരു സമരത്തിൻ്റെ തുടക്കമാണ് തുളുനാട്ടിൻ്റെ ഈ മണ്ണിൽ നിന്നും ഒക്കെ ലക്കരവള്ളി നടത്തിയ 30കളുടെ അവസാനം നടത്തിയ തലമുറയുടെ പിൻതലമുറക്കാർ ഈ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ മുന്നോട്ട് വരികയും കാസർഗോഡ് നിന്ന് തുടക്കം കൊടുക്കുന്ന ഈ സമരം അനന്തപുരത്തിൻ്റെ സമീപത്തു നിന്നും തുടങ്ങുന്ന ഈ സമരം അനന്തപുരിയിലെ പാദുഷമാരുടെ കണ്ണു തുറപ്പിക്കാനുള്ള സമരമാണ്. ഈ സമരം ഡിസംബർ മാസം 5-ാം തീയതി അംബേദ്കർ സമാധിയുടെ തലേന്ന് ആയ ശനിയാഴ്ച മുൻ കാസർഗോഡ് ജില്ലാ കലക്ടറായിരുന്ന J. സുധാകരൻ സാർ IAS ഉദ്ഘാടനം ചെയ്യപ്പെടും. വാർത്താ സമ്മേളനത്തിൽ A. ശേഖര, T. രമേശൻ, മാധവൻ അർലടുക്ക, ബേബി ജയറാം, അങ്കാര അജാക്കോട്, ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റമില്ലാതെ തുടരുന്ന നാടാണ് നമ്മുടേത്. നീലേശ്വരം കരുവാച്ചേരി പതിക്കാൽ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നടന്ന ഉടയിലിടൽ ചടങ്ങ് ഭക്തജനങ്ങൾക്ക് സായുജ്യമായി. സന്താന സൗഭാഗ്യ ദേവതയാണ് ചാമുണ്ടേശ്വരി എന്നാണ് വിശ്വാസം. ചാമുണ്ടേശ്വരിയുടെ ഉടയിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി ക്ഷേത്ര പ്രദർശനം നടത്തുന്ന ചടങ്ങ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നാടൻ കലാഗവേഷകർക്കും അഭിപ്രായമുണ്ട്. നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി ജനിക്കുന്ന കുഞ്ഞിനെയാണ് ഉടയിലിടലിന് സമർപ്പിക്കുന്നത്. മൂന്ന് ദിവസങ്ങളിലായാണ് ഇവിടെ കളിയാട്ട മഹോത്സവം നടന്നത്. ഗുളികൻ, ഭഗവതി, വിഷ്ണുമൂർത്തി, കാലിച്ചാൻ ദൈവം, കുമ്മനാട്ടി ദൈവം എന്നിവ കിട്ടിയാടി. സർവദോഷ പരിഹാരിയായ ദൈവമാണ് കുമ്മനാട്ടി. ഉത്സവ ദിനങ്ങളിൽ ഭക്തർക്കായി അന്നദാനവും ഉണ്ടായിരുന്നു. TS തിരുമുമ്പ് കവിതാ പുരസ്കാരം ഉപേന്ദ്രൻ മടിക്കൈക്ക് സമർപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി ഒരുക്കിയ അനുസ്മരണ സമ്മേളനത്തിൽ കരിവള്ളൂർ മുരളിയാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. പാടുന്ന പടവാൾ എന്ന് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMS നമ്പൂതിരിപ്പാട് വിശേഷിപ്പിച്ച വിപ്ലവ കവി TS തിരുമുമ്പിൻ്റെ 31ാമത് ജന്മദിനത്തിൽ എഴുത്തുകാരും കാവ്യാസ്വാദകരും കവിയുടെ ബന്ധുക്കളും ഒത്തുകൂടി സ്മരണ പുതുക്കി. ജ്വലിക്കുന്ന ഓർമ്മകൾ കനലടങ്ങാതെ പഴയ തലമുറയുടെ മനസ്സിൽ ഇന്നുമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകളിൽ മായാതെ മങ്ങാതെ ആ സുവർണനാമം എന്നുമുണ്ട്. ഉപ്പു സത്യാഗ്രഹത്തിലും ക്ഷേത്രപ്രവേശന സമരങ്ങളിലും എണ്ണമറ്റ പോർനിലങ്ങളിലും തിരുമുമ്പ് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. ജീവിത സായാഹ്നത്തിൽ വിപ്ലവ പാത വിട്ട് ഭക്തിയുടെയും എഴുത്തിൻ്റെയും മേഖലയിലാണ് വ്യാപരിച്ചതെങ്കിലും TS തിരുമുമ്പ് സ്വാതന്ത്ര്യ സമ്പാദനത്തിനുമായി അനുഷ്ഠിച്ച ത്യാഗവും കഷ്ടതകളും ആരും വിസ്മരിച്ചിട്ടില്ല. കണ്ണാടിപ്പാറയിൽ നടന്ന ചടങ്ങിൽ കരിവള്ളൂർ മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി. നമ്മുടെ ഭാഷയും ജീവിതവും ഇത് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലെന്തെങ്കിലും ഒരു കുറവൊന്നുമെന്നല്ല. ലോകത്തെവിടെയെങ്കിലും ഒരു കവിക്ക് ഇതുപോലെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ പോലും ആപാലവൃദ്ധം ജനങ്ങൾ പങ്കെടുക്കുന്ന ഇതുപോലൊരു അനുസ്മരണം ലഭിക്കാനിടയില്ല എന്ന് തന്നെയാണ്. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ രവീന്ദ്രൻ കൊടക്കാട്, PP സുകുമാരൻ, KK നായർ, P ശങ്കരൻ, PC പ്രസന്ന, കൊടക്കാട് രാഘവൻ, P കൃഷ്ണൻ, C വിജയൻ എന്നിവരും സംസാരിച്ചു. ശ്രീ കാശികാള ഭൈരവേശ്വര ശിലാഞ്ജന ക്ഷേത്ര ബാളകോടി ശ്രീ സദ്ഗുരു ശശികാന്തമണി സ്വാമിയുടെ സേവാശ്രമത്തിന്റെ കാസർഗോഡ് ബ്രാഞ്ച് വ്യാഴാഴ്ച രാവിലെ 10:30 സൈലന്റ് കോംപ്ലക്സിൽ സ്വാമിയുടെ കാർമ്മികത്വത്തിൽ ഉദ്ഘാടനം ചെയ്യും. കാലിക്കടവ് രമ്യ ഫൈനാൻസ് സൊസൈറ്റി ആതിഥ്യമരുളുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഡിസംബർ 2 ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇനിയുള്ള 5 ദിവസം കാലിക്കടവിന് അരങ്ങിൻ്റെ ഉത്സവ ദിനങ്ങളാണ്. സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഡിസംബർ 2 5 മണിക്ക് K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്രതാരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് വടകര ഭരതിയുടെ മറുമരുന്ന് എന്ന നാടകം അരങ്ങേറും.
3-ന് തൃശൂർ സദ്ഗമിയുടെ കോങ്കണ്ണൻ, 4-ന് അമ്പലപ്പുഴ സാരഥിയുടെ കടൽ ശാന്തമാണ്, 5-ന് ആശ്രയ കൊട്ടാരക്കരയുടെ മഞ്ഞിൽ വിരിഞ്ഞ സ്നേഹം, 6-ന് തിരുവനന്തപുരം സംഘകേളിയുടെ അരയന്നങ്ങളുടെ താരാട്ട് എന്നീ നാടകങ്ങൾ അരങ്ങിലെത്തും. സമാപന സമ്മേളനം ടി വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷം എം.എ. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ 30ാം വാർഷികം കൂടി ആഘോഷിക്കുന്ന സമയമാണ്. 30ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം, മെഡിക്കൽ ക്യാമ്പ്, സെമിനാറുകൾ, അതുപോലെ തന്നെ മറ്റ് നാട്ടിലെ ചലച്ചിത്ര താരം റിസബാവ മുഖ്യാതിഥിയായിരിക്കും. എല്ലാ ദിവസവും രാത്രി 7:30-ന് നാടകം ആരംഭിക്കും. വിളംബര ജാഥ ചൊവ്വാഴ്ച വൈകുന്നേരം 4-ന് നടക്കും. ചന്ദേര SI രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്യും. തുടർന്ന് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകും. ചടങ്ങ് MV കോമൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ VP മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തും. നാടകഗാനമേളയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ K. പ്രഭാകരൻ, ഡോക്ടർ M. രാജശേഖരൻ, M. സുരേന്ദ്രൻ, പ്രമോദ് ആണൂർ, കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. COA ജില്ലാ സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. ജില്ലയിലെ മുഴുവൻ COA ഉപഭോക്താക്കൾക്കും സൗജന്യ ഗ്രീൻ കാർഡ് നടപ്പിലാക്കും. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരം. പാർക്കിങ്ങിന് പുതിയ സംവിധാനം. ബീഡി തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണമെന്ന് ആവശ്യം. CITU പ്രക്ഷോഭത്തിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം രഹസ്യ ബന്ധമെന്ന് BJP. റിട്ടേണിംഗ് ഓഫീസർ കൂട്ടുനിൽക്കുകയാണെന്നും BJP. ജനറൽ ആശുപത്രിയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഇനിയും തുടങ്ങിയില്ല. കാത്തിരിപ്പ് നീളുന്നു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kasergodchannel.com. നമസ്കാരം.